പ്രാണനും കൊണ്ട് ഒരു പാവം മനുഷ്യൻ പിന്നിൽ പിടിക്കാൻ പട്ടാളം വരുന്നുണ്ട്. കൊലക്കുറ്റത്തിൻ്റെ വലിയ വേദനയും മനസ്സിലുണ്ട്. നിസ്സഹായനായി ഓടുന്ന ആ മനുഷ്യനിപ്പോൾ നാടില്ല, വീടില്ല, കുടുംബമില്ല, സമ്പത്തില്ല, ജോലിയില്ല, ഒന്നുമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം മഹാനവർകളാണ് കഥാപാത്രം. ഫിറഔന്റെ നാട്ടിൽ നിന്ന് തടിയെടുത്തതാണ്. ഒരു കൊലക്കുറ്റം നാട്ടിൽ ചാർജ് ചെയ്യപ്പെട്ടത് ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യമാണ്. എത്തിയ ഒരു സ്ഥലത്ത് മരത്തിൻ്റെ തണലിൽ എങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടു ആട്ടിടയന്മാർ വെള്ളം കോരുകയാണ്. കലപില ബഹളം. രണ്ട് പെൺകുട്ടികൾ ഒരിടത്തിങ്ങനെ മാറി നിന്ന് ഇതൊക്കെ വീക്ഷിക്കുന്നു. ആട്ടിടയന്മാർക്ക് ആടുകളുണ്ട്, വെള്ളം കുടിപ്പിക്കലാണ് അവരുടെ പരിപാടി. ഈ രണ്ടു പെൺകുട്ടികളും അവർക്കും വെള്ളം വേണം, ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ അവര് ഊഴം കാത്തിരിപ്പാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് മനോഹരമായ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പാവം രണ്ട് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളം കോരണ്ടേ? വേണം. എന്താണ് നിങ്ങൾ വെള്ളം കോരാത്തത്? ഈ ആണുങ്ങളെ കലബില, ഞങ്ങൾക്ക് വെള്ളം കോരിത്തരാൻ ആരുമില്ല. അബൂന ശൈഖുൻ കബീർ, വയോവൃദ്ധനായ ബാപ്പ വീട്ടിൽ വിശ്രമത്തിലാണ്, ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം ആ ക്യൂവില് ന്യായം പോലെ ഇടം പിടിച്ചു. എന്നിട്ട് വെള്ളം കോരി ഈ രണ്ടു പെൺകുട്ടികൾക്കും കൊടുത്തു, അവരുടെ ആടുകൾക്ക് കുടിപ്പിച്ചു. ആ ഒരു സൽക്കർമ്മം മുന്നിൽ വെച്ചിട്ട് മൂസാ നബിന്റെ ദുആയാണ്, പടച്ചോനെ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, ഞാനൊരു പ്രവാസി, പരദേശി, ജോലിയില്ല, പൈസല്ല, സുരക്ഷിതത്വമില്ല, കുടുംബ വീടില്ല, നത്തിങ് എന്ന് പറഞ്ഞാൽ മുകളിൽ ആകാശം, താഴെ ഭൂമി, ഞാൻ ഒറ്റയ്ക്ക്. പടച്ചവനെ നീ എനിക്ക് എല്ലാം തുറസാക്കി തരണേ എന്ന് ദുആ ചെയ്യുകയാണ്. നല്ല സമയമാണ് ദുആ ചെയ്യാൻ. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. പൊള്ളുന്ന വെയിലത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു വലിയ ഹൈറാക്കി കാണിച്ചു തരട്ടെ. കോടികളെ നരകത്തിൽ നിന്നു പടച്ചവൻ മോചിപ്പിക്കുന്ന സമ്മോഹന സന്ദർഭങ്ങളിൽ നമുക്കെല്ലാം കൂടി അള്ളാഹു പരിഗണന നൽകുമാറാകട്ടെ. മൂസാ അലൈഹിസ്സലാം ദ്വാരുന്നു, പടച്ചോനെ ഞാൻ എന്തു ചെയ്യും? വല്ലാത്ത അത്ഭുതമാണ് സംഭവിച്ചത്. അന്നു നേരം പുലരുമ്പോൾ, ഇതാണ് കഥയെങ്കിൽ അന്നത്തെ വൈകുന്നേരമായുമ്പോഴേക്ക് മൂസാ അലൈഹിസ്സലാമിന് ജോലി കിട്ടി, പൈസ ഉണ്ടായി, ഭാര്യയുണ്ടായി, കുടുംബമുണ്ടായി. ആരും തലയ്ക്ക് വില പറയില്ല. നിങ്ങൾ സുരക്ഷിതനാണ് എന്ന് ഏറ്റവും വലിയ ജാമ്യവും സുരക്ഷിതത്വവും കയ്യിൽ കിട്ടി. സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സങ്കടങ്ങൾ മാറ്റിത്തരട്ടെ. നമ്മളെല്ലാ ബേജാറും അള്ളാഹു തീർത്തു തരട്ടെ. ആയുസ് ഏറ്റിത്തരണേ പടച്ചവനെ, ആരോഗ്യം നിലനിർത്തിത്തരണേ അല്ലാഹ്. ദുആക്കുത്തരമുള്ള നല്ല സന്ദർഭങ്ങളിൽ ഇപ്പോഴും എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാമിനോട് ആ പെണ്ണുങ്ങൾ പറഞ്ഞു, സന്തോഷം, നന്ദി, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തോരിത്തന്നു, വലിയ ഗുണമായി പോയി. ഞങ്ങളെ വാപ്പ പറഞ്ഞിട്ടുണ്ട്, ഒന്നവിടത്തോളം വരണം നിങ്ങളെ കാണാൻ. പ്രായമുള്ള ഉപ്പായ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. മഹാനായ മൂസാ അലൈഹിസ്സലാം ആ സ്ത്രീകൾക്ക് പിന്നാലെ അങ്ങനെ പോയി. നടത്തത്തിൽ ലേശം ബേജാറുണ്ട്. ആ നടത്തം സ്ത്രീകളുടെ പിന്നിൽ മൂസാ അലൈഹിസ്സലാമിന് തോന്നി, ഈ നടത്തം ശരിയില്ല. പറഞ്ഞു, ഞാൻ മുന്നിൽ നടക്കാം, തെറ്റുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിലെ നല്ല പാഠങ്ങൾ ആ പരദേശിയിൽ നിന്ന് പഠിക്കണം.
ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് അവിടെ നിന്ന് ആ കഥയിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. ഏറ്റവും മനോഹരമായ കഥയാണ് സൂറത്തുൽ ഖസസ് അല്ലെങ്കിൽ ഖിസ്വസ്. ആ സൂറത്തിൽ അള്ളാഹു നമ്മോട് പറഞ്ഞു വെച്ചത്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ മുന്നിൽ നടന്നോളാം, തെറ്റുമ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ മുന്നിൽ നടന്നപ്പോൾ ഒരിടത്ത് എത്തി. ആ വീട്ടിൽ പ്രായമുള്ള ആളെ കണ്ടു. ബഹുമാനപ്പെട്ട സയ്യിദുന ശുഐബ് അലൈഹിസ്സലാം നബിയാണ്. നാട് മദിയൻ എന്ന നാടാണ്. ശുഐബ് അലൈഹിസ്സലാമുമായി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെ ഫിറഔനും വരൂല, ആരും വരൂല, പേടിക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ ഒരു മകളെ ഞാൻ വിവാഹം ചെയ്തു തരുകയാണ്. മനോഹരമായ ആ സായന്തനം രാവിലെ വീടില്ലാത്ത ആൾക്ക് വീടായി. 8 കൊല്ലത്തെ ജോലിക്ക് ബഹുമാനപ്പെട്ട ശുഐബ് അലൈഹിസ്സലാമുമായി കരാറായി. കുടുംബമായി, പണമായി, ജോലിയായി, സമ്പാദ്യമായി. ഏറ്റവും വലുത് സുരക്ഷിതത്വം. ഒരു നബി പറയുകയാണ്, ഇന്നക മിനൽ ആമിനീൻ, നിങ്ങൾ സുരക്ഷിതനാണ്. അതിലും വലുത് എന്താ വേറെ കിട്ടാനുള്ളത്? നബിമാരുടെ പവർ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട് സുരക്ഷിതത്വം നിലനിർത്തി തരട്ടെ. അത് വല്ലാതെ അപകടപ്പെടുന്ന കാലമാണ്. പടച്ചവൻ നമ്മളെയും ഉത്തരേന്ത്യയിലെ പാവം സുഹൃത്തുക്കളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ പാവം മുഅ്മിനീങ്ങൾ നീ സലാമത്ത് നൽകണേ പടച്ചവനെ, കാരുണ്യം ചെയ്യണേ തമ്പുരാനെ. ആ നാടുകളിലൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഈമാൻ കൂടാനേ പാടുള്ളൂ, കുറയാൻ പാടില്ല. വായിൽ കൊള്ളാത്തതൊന്നും പറയരുത്. കമന്റ്, ട്രോള് മലയാളിയുടെ സ്വഭാവം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, ആക്ഷേപം ആ രൂപത്തിൽ ഇങ്ങനെ ട്രോളി പൊങ്കാലയിട്ട് ജീവിതം മുഴുവനും അങ്ങനെ ഒരാഘോഷം. റബ്ബിന്റെ ദീനിനെ പറ്റി നമ്മൾ ലേശം കരുതിയേ സംസാരിക്കാവൂ. നമ്മുടെ നാക്കിനും നമ്മുടെ എഴുത്തിനുമൊക്കെ നിയന്ത്രണം വേണം, ഓർക്കണം. ഇല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഡമസ്കസ്, ഷാമിന്റെ തലസ്ഥാനം, അവിടുത്തെ വലിയ പള്ളി. ഒരു ദിവസം സുബഹിക്ക് ബാങ്ക് കൊടുത്തു. ആയിരക്കണക്കിന് ആളുകൾ നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് എത്തിച്ചേർന്നു. ഒടുവിൽ ഇഖാമത്തും ആ പള്ളിയിൽ മുഴങ്ങുന്നു. മിഹ്റാബിലേക്ക് ഉസ്താദ് നിസ്കാരത്തിന് വേണ്ടി അങ്ങ് കയറി നിന്നതാണ്. അപ്പൊ കേട്ടു ഈ പരിസരത്തുള്ള ഒരു നല്ല മുനാരത്തിൽ നിന്ന് ചടപട ഒച്ചപ്പാട്. ഇമാമ് നോക്കി, എന്താണ് ആ മുനാരത്തിൽ നിന്ന് ഒച്ചപ്പാട്? നോക്കുമ്പോൾ ആകാര സൗഷ്ഠവം, തൂമന്ദഹാസം, സുന്ദരൻ സുഭകൻ ഒരാള് ഇങ്ങനെ ഒന്നാമത്തെ സഫിലേക്ക് ഇങ്ങനെ വരികയാണ്. പള്ളിയിലെ ഇമാമ് പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞു. അത് സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം തന്നെയാണ്. പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കൂ. ഈസാ അലൈഹിസ്സലാം നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സഫിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് വിളിച്ചതാണ്, നിങ്ങൾ നിസ്കരിച്ചാൽ മതിയാകും. എൻ്റെ ഉമ്മത്തിലെ ആ ഇമാമിന്റെ പിന്നാലെ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ഈസാ നബി അലൈഹിസ്സലാം സുബഹി നിസ്കാരം മുഹമ്മദ് മുസ്തഫ. ആ പള്ളി കണ്ട ആളുകൾ ഈ സദസ്സിലുണ്ട്, 10-50 പേരെങ്കിലും. ഈ കാലം വരെ എല്ലാം നിലനിൽക്കേണ്ടതാണ്. ആ പള്ളി അവിടെ ഉണ്ടാകും, ആ മുനാരം അവിടെ ഉണ്ടാകും, ആ നടന്നുകൊണ്ടിരിക്കും. അതാ നാടിന്റെ സ്വഭാവമാണ്, പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഭൂതഭാവി വർത്തമാനങ്ങളെപ്പറ്റി ശക്തമായ ബോധ്യവും ഉള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ ഏറ്റിത്തരട്ടെ. ഈമാൻ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈമാൻ പാറിപ്പറന്നു പോകുന്ന മണ്ടത്തരങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.
പലസ്തീനിലെ മുഅ്മിനീങ്ങൾ അല്ലാഹു സലാമത്ത് നൽകട്ടെ. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ്. ഉമ്മത്തിലെ അധിക ആളുകൾക്കും വില അറിയാതെ പോകുന്ന രണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് അസ്വിഹത്തു, ആരോഗ്യം. രണ്ട് വൽ അമാൻ, നാട്ടിലെ സുരക്ഷിതത്വം എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ നാട്ടിൽ നിലനിർത്തി തരട്ടെ. അതിനെതിരെ ആരൊക്കെ ഏതൊക്കെ രൂപങ്ങളിൽ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടോ, ആയുധ കൂമ്പാരങ്ങൾ, അത് ഒരുമിച്ച് കൂട്ടിയവർക്ക് തന്നെ നീ പണി കൊടുക്കണേ പടച്ചവനെ. നിന്റെ കഴിവുകൾ വലുതാണ്. ഈ സാധു ഉമ്മത്തിനെ നീ സലാമത്താക്കണേ തമ്പുരാൻ. നമ്മുടെയൊക്കെ വീടുകളിൽ പുതിയ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഇങ്ങനെ കാണാൻ. മയക്കുമരുന്നിൻ്റെ, ലഹരി മാഫിയയുടെ, വേറെ ഏതെല്ലാമോ രൂപത്തിൽ പൈശാചിക ബാധകളുടെ വിളയാട്ടം. നമ്മളെ മക്കളെ അല്ലാഹു നമ്മളെക്കാൾ നന്നാക്കി തരട്ടെ. നമ്മുടെ വീടുകൾ അല്ലാഹു സ്വർഗീയ ഭവനങ്ങൾ, സന്തോഷ കേന്ദ്രങ്ങൾ ആക്കി തരുമാറാകട്ടെ. അമല് ചെയ്യുന്നവർ ആലോചിക്കണം. കുല്ലുൻ യഅമലു അലാ ശാക്കിലതിഹി. ഓരോരുത്തൻ്റെയും വേഷം, ഓരോരുത്തൻ്റെയും രൂപഭാവം, ഓരോരുത്തൻ്റെയും വേഷഭൂഷാദികൾക്ക് അവൻ്റെ സ്വഭാവത്തിലും മനസ്സിലും സ്വാധീനമുണ്ട്. മറന്നു പോകരുത്. വെള്ളിയാഴ്ച എല്ലാവരോടും വൈറ്റ് ഡ്രസ്സ് ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച എല്ലാവരോടും തലക്കെട്ട് കെട്ടിയിട്ടും ആ രൂപത്തിലൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനും അതിൻ്റെതായൊരു ബോഡി ലാംഗ്വേജ്, ഒരു ആംബിയൻസ്, അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ഉണ്ട്. സഹോദരന്മാരെ, ഇതുപോലൊക്കെ തന്നെയാണ് ജീവിതം. നമ്മൾ മനസ്സിലാക്കണം. വടക്കേ കൊറിയയിൽ അവിടെ കിങ് ജോങ് ഉൻ എന്നൊക്കെ പറഞ്ഞൊരാളുണ്ട്. സുബ്ഹാനല്ലാഹ്, അറിയും, എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. സ്വന്തം കുടുംബത്തിലെ 10-30 എണ്ണത്തിനെ വിശപ്പിച്ച പട്ടികൾ കിട്ടുകൊടുത്തു ക്രൂരമായി ഒറ്റ ദിവസം കൊണ്ട് കൊന്നൊടുക്കിയവനാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ വിശദാംശം ബാക്കി നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ തോണ്ടി നോക്കിയാൽ ലഭ്യമാണ്. ആ ചങ്ങായിന്റെ ഹെയർ സ്റ്റൈലാണ് നമ്മളെ കൂട്ടത്തിൽ പല ആളുകൾ. സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിപ്പോയാലോ, അങ്ങനെ ഏതെങ്കിലും നമ്മുടെ തലയിലെപ്പോഴെങ്കിലും വന്നിറങ്ങിയാലോ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുൽ കുല്ലുൻ യഅമലു അലാ ശാകിലതിഹി. അതുകൊണ്ട് നമ്മുടെ സംസ്കാരവും സ്വഭാവവും ഒക്കെ നന്നാവാൻ പരിഷ്കാരത്തിൽ നിന്ന് ഒരടി പിന്നോട്ട്, പരലോക ചിന്തയിലേക്ക് ഒരിത്തിരി ഒരു സ്റ്റെപ്പ് മുന്നോട്ട്. വയസ്സന്മാരെ അനുകരിക്കുന്ന ചെറുപ്പക്കാരിലാണ് ഖൈറുള്ളത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരെ തോൽപ്പിക്കാൻ വെമ്പുന്ന വയസ്സന്മാരുണ്ട്. അവരിലാണ് സകല പൈശാചികതയും കുടികൊള്ളുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ചിന്തയും ശ്രദ്ധയും നമുക്കൊക്കെ ഓർമ്മ വേണം. റമദാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം വേണം. നേരം പുലർന്നപ്പോൾ ഒന്നുമില്ലാതിരുന്ന പ്രവാസി പരദേശി, ജീവന്റെ പേടി മൂസാ അലൈഹിസ്സലാം ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ട് വർച്ചോനെ എന്നും പറഞ്ഞങ്ങ് ദുആ ചെയ്തപ്പോൾ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് വിവാഹമായി, ഭാര്യയുണ്ട്, വീടും കയറിക്കിടക്കാൻ ഇടവുമുണ്ട്, നാട്ടിൽ സുരക്ഷിതത്വവും ഉണ്ട്, 8 കൊല്ലത്തെ ജോലിയും കരാറും ശമ്പളവും തീരുമാനമായി. സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയും നന്നാക്കി തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇതെല്ലാം കൊടുത്തത്, ആ ഒരു സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ അമലുകളും കബൂലാക്കട്ടെ. ഈ ഉമ്മത്തിന്റെ സൽക്കർമ്മങ്ങൾ എണ്ണിയാൽ തീരൂല. അത് വല്ലാതെ വർദ്ധിപ്പിക്കുന്ന സന്ദർഭമാണ് നമ്മുടെ റമദാനിന്റെ ഈ വല്ലാത്ത തിരപ്പിടിച്ച പുണ്യമുള്ള മണിക്കൂറുകൾ. അതിലൊരിക്കലും പിന്നോട്ട് പോകരുത്. അള്ളാഹു നമുക്ക് നിയ്യത്തും നന്നാക്കി തരുമാറാകട്ടെ. എന്നിട്ട് അടുത്ത കൊല്ലം വരെ ഈമാന്റെ തഖ്വയുടെ സമ്പൂർണമായ ആ ഒരു മേൽവിലാസത്തിലും പശ്ചാത്തലത്തിലും അന്തസ്സുള്ള ജീവിതം നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ഖുർആൻ ഓതാന് നമുക്ക് എത്ര പേർക്ക് സാധിച്ചു എന്ന്
ഇപ്പോഴ് നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ്. ഞാൻ ഓർക്കുന്നു, ഇക്കൊല്ലം പിറന്നത് മുഹറം 1. ആദ്യത്തെ മണിക്കൂറുകളിൽ നമ്മളൊക്കെ കേട്ടത് അത്ര സുഖമില്ലാത്തൊരു വാർത്തയാണ്. ബഹുമാനപ്പെട്ട കൂറത്തു തങ്ങൾ വഫാത്ത്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്നു, അന്ന് ആ മുഹറം 1 മുതൽ ഇന്ന് ഈ റമദാൻ 20 വരെ തങ്ങളെ മഖാമിലെ ആളാണ്. 24 മണിക്കൂറും ആൾ പെരുമാറ്റമാണ്. ചില സമയത്തൊക്കെ 500-ഉം അതിലേറെയും സന്ദർശകർ നിന്നങ്ങനെ യാസീൻ ഓതുകയാണ്, ഇരുന്നങ്ങനെ ഖത്മ് ഓതുകയാണ്. അവിടെ ഇരുന്ന് അവരെങ്ങനെ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. 1 മണിക്കൂർ ആളൊഴിഞ്ഞത് പറയാനില്ല, ജുമുഅയുടെ നേരമല്ലാതെ. മഹാനായ സയ്യിദ് ഫളിൽ കോയമ്മ തങ്ങൾ, ബുഖാരി ഉള്ള ആള്, തങ്ങളുടെ പുത്രൻ, വലിയ പ്രഭാഷകനാ. നിങ്ങൾക്കാർക്കും അഭിപ്രായമല്ലല്ലോ. ബഹുമാനപ്പെട്ടവരുടെ പാണ്ഡിത്യത്തിന്റെ തെളിവുകളും നമുക്കാർക്കും അങ്ങനെയൊന്നും അനുഭവങ്ങളിൽ അയവിറക്കാനില്ലല്ലോ. കർണാടകത്തിലും കേരളത്തിലുമായി ജീവിച്ച തങ്ങൾ 2 ഭാഷയിലും വലിയ സാഹിത്യമോ സംസാര വൈഭവമോ ഉള്ള ആളല്ലല്ലോ. പിന്നെന്താണ് തങ്ങളെ മഹത്വം? നമ്മളിങ്ങനെ നോക്കുമ്പോ കാണുന്നുണ്ട്, കുത്തിയിരുന്ന് ഖുർആൻ ഓതും. അതെന്നെയാണ്. ഒരു മാസത്തിൽ 25 ഖത്മാണ്, ഇല്ലെങ്കിൽ 20 ഖത്മെങ്കിലും മസ്റ്റാണ്. അതാണ് കൂറത്ത് തങ്ങള്. സുബ്ഹാനല്ലാഹ്. ബാക്കി നേരം മതിയാകും തന്നോടൊപ്പമുള്ള ആൾക്കൂട്ടത്തിന് മുഴുക്കയും. ആൾക്കൂട്ടത്തിലും തങ്ങൾ ഒറ്റക്കാണ്. ഒരു പണിയും മറന്നു പോകൂല, ഒരു ശീലവും മാറി വിട്ടുപോകൂല. അങ്ങനെ ഖുർആന് വേണ്ടി സമയം കണ്ടപ്പോ ആ ഖുർആൻ ബഹുമാനപ്പെട്ടവരെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അന്നു മുതൽ ഇന്ന് വരെ നമ്മളൊക്കെയും, നമുക്കുണ്ട് ഓരോ ഖബറും, എവിടെയെങ്കിലും നമുക്ക് ഓരോ ഇടവും. പടച്ചോനെ, അതൊന്നും പാതാളത്തിന്റെ പടുകുഴിയാക്കല്ലേ റബ്ബേ, ജഹന്നമിന്റെ തീച്ചൂളയാക്കല്ലേ റബ്ബേ. ആ നനഞ്ഞ മണ്ണിന്റെ ഈർപ്പം മാറിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഖബർ, ഏത് പൂച്ചയാണ് മാഷേ പിന്നെ അങ്ങോട്ടൊന്ന് വന്നു നോക്കാൻ, ഏത് ഈച്ചയാണ് സുഹൃത്തെ പിന്നെ അവിടെയൊന്ന് പാറി വന്നു നോക്കാൻ ഇല്ലട്ടോ, ഒറ്റൊരുത്തനും വരൂല. അവിടെയാണ് തങ്ങളെ നമ്മൾ കാണുന്നത്. അതിക്കൊല്ലത്തെ അനുഭവം ഞാൻ പറയാൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോയി നോക്കാവുന്നതാണ്. നമുക്ക് ഒരർത്ഥത്തിൽ പരിചിതനായിരുന്ന തങ്ങൾ, നമുക്ക് വല്ലാതെ ഒന്നും പിടുത്തം തന്നിട്ടില്ല. പക്ഷേ മൂപ്പർ തന്നെ ഖുർആന് സമർപ്പിച്ചപ്പോ ആ ഖുർആൻ തേൻമഴയായി ഇപ്പൊ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് തണലൊരുക്കുകയാണെങ്കിൽ, മുഅ്മിനീങ്ങളെ ദുആയിൽ അല്ലാഹു നമുക്കെല്ലാം ഇടം തരട്ടെ. സജ്ജനങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. നല്ല ആളുകളെ ദുആയും പൊരുത്തവും തരണേ പടച്ചവനെ. വീട്ടിൻ്റെ മുൻവാതിൽക്കലോ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തോ ഞങ്ങളും മലർന്നു കിടക്കുന്നൊരു സമയമുണ്ട്. ആ നേരത്ത് ദുആക്കുത്തരമുള്ള സജ്ജനങ്ങളെ നീ ഹാജരാക്കി തരണേ അല്ലാഹ്. ഹൃദയമറിഞ്ഞു ദുആ ചെയ്യുന്ന നല്ല ആളുകളെ നീ എവിടെയെല്ലാം കൊണ്ടുവന്നു തരണേ തമ്പുരാൻ. അവസാനത്തെ 1 മണിക്കൂർ സയ്യിദുനൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ആ റൂമിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, അസ്രായീൽ വാതിൽക്കൽ നിൽക്കുന്നത് കാണുന്നു. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി അസ്രായീലിനോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അകത്തേക്ക് വരാൻ സമയം ആയിട്ടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എൻ്റെ ആത്മമിത്രം ജിബ്രീൽ എവിടെ പോയി? നിങ്ങൾ കണ്ടിരുന്നോ? ജിബ്രീലിനെയും കൂടി ഒന്ന് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാമായിരുന്നു. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിനയത്തോടെ വന്ന് സലാം പറയുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച 3-4 ചോദ്യങ്ങൾ, അതിലൊരു ചോദ്യം, മാദാലി സ്വാഇമി റമദാൻ വമാദാലി
ഖാരിഇൽ ഖുർആൻ. ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹ് എന്താണ് കൊടുക്കുക ജിബ്രീലേ? റമളാനിൽ നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു എന്താണ് കൊടുക്കുക ജിബ്രീലേ? അതിപ്പോ എനിക്ക് കേൾക്കണം. നിങ്ങൾ എനിക്ക് സന്തോഷമുള്ള മറുപടി പറയണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, അങ്ങയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതവണ സന്തോഷം അറിയിച്ചത് ഈ സമയത്ത് ആവർത്തിക്കാൻ എന്നെ അല്ലാഹു ചുമതലപ്പെടുത്തുകയും ചെയ്തു. നബിയേ, പരിശുദ്ധ ഖുർആൻ നിരന്തരം ഓതുന്നവർക്ക്, പുണ്യ റമളാൻ സുന്ദരമായി നോമ്പ് നോൽക്കുന്നവർക്ക് സ്വർഗം തന്നെ, അളവില്ലാത്ത അനുഗ്രഹങ്ങൾ തന്നെ. അവർ ചോദിക്കുന്നത് മുഴുവനും അല്ലാഹു കൊടുക്കും, ഉറപ്പു തന്നെ. അവർ ശുപാർശ പറയുന്നതാർക്കാണ്? അവർക്കെല്ലാം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് അല്ലാഹു അറിയിച്ചിരിക്കുന്നു. ഹബീബുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നു, അല്ലാന താബ ഖൽബി ഫഖ്ബിദ്നി ഇലൈക യാ ഹബീബി. എന്നാൽ എനിക്കിപ്പോ സമ്മതമാണ്, എന്നാൽ ഞാനിപ്പോ റെഡിയാണ് എന്ന് പറഞ്ഞ് വഫാത്തിന് ഒരുങ്ങുന്ന സയ്യിദുനൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, കൊല്ലത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങൾക്ക് റമളാൻ നോമ്പ് നീ ആക്കിത്തരണേ പഠിച്ചവനെ. ആ നോമ്പിന്റെ കാവൽ പരിശുദ്ധ ഖുർആന്റെ ഓത്താണ്. നീ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. ഈ നോമ്പിന്റെ സന്ദർഭങ്ങളിലും നിസ്കാരം ഖളായി പോകുന്ന ഓരോരോ പോയത്തക്കാര് പഠിച്ചവനെ, ഞങ്ങൾ ആരെയും ആ കൂട്ടത്തിൽ നീ ആക്കല്ലേ തമ്പുരാന്. റമളാന്റെ പവിത്രതയെ പിച്ചി കീറി അവസാനത്തെ രാപ്പകലുകളിൽ ആഭാസം, തോന്നിവാസം, ഷോപ്പിങ്ങിന്റെ പരക്കം പാച്ചിലിൽ വേറെ ഏതെല്ലാമോ കോലം കെട്ടുന്ന തമ്മാടിത്തം, അതൊക്കെയാണ് ഇനി കുറച്ച് ദിവസങ്ങളിൽ ഈ ഉമ്മത്തിൽ കുറച്ചു പേർക്കെങ്കിലൊക്കെ വരാനുള്ളതെങ്കിൽ ഉള്ളതൊക്കെ നശിച്ചു പോകും എന്ന വലിയ മുന്നറിയിപ്പ് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവസാനത്തെ ഒരു രാവാണ് റമളാനിൽ പരമപ്രധാനമായ രണ്ടാമത്തെ രാവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞ 29 രാവുകളിൽ അല്ലെങ്കിൽ 28 രാവുകളിൽ ആർക്കെല്ലാം അല്ലാഹു നരകം ഹറാമാക്കി, ആർക്കെല്ലാം അല്ലാഹു സ്വർഗം പാസാക്കി, അത്രയും കൂടി ആളുകൾ അവസാനത്തെ ആ ഒറ്റ രാത്രിയിൽ വല്ലാത്തൊരു പ്രവേശനം, വല്ലാത്തൊരു പാസ് അല്ലാഹു അനുവദിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റമളാൻ അവസാനത്തേക്ക് എത്തുമ്പോഴാണ് ഇതിന് മധുരം കൂടുക, ഇതിന് കടുപ്പം ഏറുക. അതിനനുസരിച്ചാണ് ഇനി അങ്ങോട്ട് ഒരുങ്ങാനുള്ള എല്ലാ കാര്യവും നമ്മൾ തീരുമാനമാക്കേണ്ടത് എന്ന് എല്ലാ സുഹൃത്തുക്കളോടും ഓർമ്മിപ്പിക്കുന്നു. മഗ്ഫിറത്തിന്റെ 10 വിട പറയുകയാണ്. ഈ മഗ്ഫിറത്തിന്റെ 10 തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. ഇസ്തിഗ്ഫാർ ഒരാൾ ഇങ്ങനെ വല്ലാതെ വർദ്ധിപ്പിച്ചാൽ ആ മനുഷ്യനാണ് കോളായ കോളൊക്കെ, അയാൾക്കാണ് വിജയമായ വിജയമെല്ലാം എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി ആയത്ത് ഓതി കേൾപ്പിച്ചു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ. ആദ്യം വേണ്ടത് മഗ്ഫിറത്താണ്, എന്നിട്ടാണ് ജന്നത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു വാരിക്കോരി കൊടുക്കുന്ന ഈ നല്ല രാപ്പകലുകളിൽ നമ്മളെയും എല്ലാം അനുഗ്രഹിച്ചതിലൊക്കെ കൂട്ടിത്തരട്ടെ. വസാരിഉ എന്ന പദപ്രയോഗം നമ്മൾ ആരും മറന്നുപോകരുത്. മഗ്ഫിറത്തിലേക്ക് കുറുക്കുവഴി, എളുപ്പവഴി, ബൈപ്പാസിന് അങ്ങനെ പെട്ടെന്ന് വെച്ച് പിടിക്കാനാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്.
മഗ്ഫിറത്തിലേക്ക് ഏതാണ് ബൈപ്പാസ്, പാപമുക്തിയിലേക്ക് ഏതാണ് എളുപ്പവഴി, ആ വഴിയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അൽ ഹബീബുൽ അഅ്ലം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരുടെ നാവ് കൊണ്ട് നിങ്ങൾ പാപം ചെയ്തിട്ടില്ല, പാപം ചെയ്യാത്ത നാവുകളാണ് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ദോഷം ചെയ്തു, ആ ദോഷം ചെയ്ത നിങ്ങളുടെ നാവുകൾക്ക് പകരം നിങ്ങൾ ദോഷം ചെയ്തിട്ടില്ലല്ലോ വേറെ ഏതോ ചില നാവുകൾ, ആ നാവുകൾ നിങ്ങൾക്ക് ദ്വാരുന്നാൽ നിങ്ങൾക്ക് മഗ്ഫിറത്തിന്റെ എളുപ്പ വഴിയാണത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. യതീം മക്കൾ നിങ്ങൾക്ക് ദുആ ചെയ്താൽ മഗ്ഫിറത്തിന്റെ എളുപ്പ വഴിയാണത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. തൊട്ടു മുന്നിൽ ഇങ്ങനെ ചന്നം ഭിന്നം കരയുന്ന കുറച്ചു ചിന്ന മക്കളുമായി കഷ്ടപ്പെടുന്ന പാവം വിധവ സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നാൽ മഗ്ഫിറത്തിലേക്കുള്ള കുറുക്കു വഴിയാണ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി. മഹാനായ സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, സ്വഹാബിമാര്, അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് മഗ്ഫിറത്തിന്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതും പറഞ്ഞതും ചൊല്ലിയതൊക്കെ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉസ്ലുക് മിനൽ ആമിനീൻ, ഇങ്ങോട്ട് കയറിപ്പോരി, നിങ്ങൾ സുരക്ഷിതനാണ്. ഫിറഔൻ എത്ര കൊലകൊല്ലിയാണെങ്കിലും ജഗജില്ലിയാണെങ്കിലും അതൊന്നും എൻ്റെ അടുത്ത് യേശൂല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ശുഐബ് അലൈഹിസ്സലാം കൊടുത്ത ധൈര്യം പോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്ന് അവിടുന്ന് നൽകുന്ന ധൈര്യം, ആ ധൈര്യമാണ് നമ്മൾ ചോദിക്കുന്നതും നേടുന്നതും ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ ബർക്കത്തിലൂടെ. ആ നല്ല സന്ദർഭങ്ങളാണ് ഇപ്പോഴൊക്കെ നമ്മുടെ മുന്നിലുള്ളത്. ഒറ്റ ദിവസത്തിന്റെ മാത്രം ചരിത്രമല്ല ബദർ. ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. ബദരീങ്ങളുടെ മഹത്വം പറയുന്ന ആയത്തിന്റെ പരിസമാപ്തി റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ ആ ബദറിന്റെ പേരിൽ പടച്ചവന് ശുക്ർ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടിയതും ദുആ ചെയ്തതും എത്രയോ ആളുകൾ ഈ സദഖകളൊക്കെ വന്നതും പങ്കെടുത്തതും സംഭാവന തന്നതും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മഹത്വം കേട്ടിട്ടില്ലേ? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചവൻ. അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ വായിച്ചിട്ടില്ലേ? അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ, അട്ടി അട്ടിയായി 7 ആകാശം പടച്ചവൻ. അള്ളാന്റെ മഹത്വം പഠിച്ചില്ലേ? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും പടച്ചവൻ. അതേപോലെ അള്ളാഹ് പറയാണ് റബ്ബിന്റെ മഹത്വം, അല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അള്ളാഹു അവന്റെ സഹായം കൊണ്ടും മുഅ്മിനീങ്ങളെ കൊണ്ടും നിങ്ങളെ സഹായിച്ചിട്ടുള്ളവനാണ്. ഈ മുഅ്മിനീൻ എന്ന് സൂറത്തുൽ അംഫാലിൽ പറഞ്ഞത് മഹാന്മാരായ ബദരീങ്ങളെ പറ്റിയാണ് എന്ന് മുഫസ്സിരീങ്ങൾ മുഴുക്കെ. അള്ളാന്റെ സഹായം കൊണ്ടും ബദരീങ്ങളെ സഹായം കൊണ്ടും നിങ്ങളെ സഹായിക്കുന്നവനാണെന്ന് പച്ചയായിട്ട് ഖുർആൻ നമ്മളെ അഖീദയാണ്. അള്ളാഹു ആ വഴിയിൽ നമ്മളെയും അടിയറത്തി തരട്ടെ. ഹസ്ബുക്കല്ലാഹു, അടുത്ത ആയത്ത്, നിങ്ങൾക്ക് അല്ലാഹ് മതി. പരിശുദ്ധ ഖുർആൻ. ഹസ്ബുക്കല്ലാഹു, നിങ്ങൾക്ക് അല്ലാഹ് മതി. ഒരേ മതി. എന്നിട്ട് അല്ലാഹ് പറയാ വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, നബിയേ പിന്നെ നിങ്ങൾക്ക് മുഅ്മിനീങ്ങളും മതി. അള്ളാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹ് മതി, ഈ മുഅ്മിനീങ്ങളും മതീന്ന് അല്ലാഹ് പറയുമ്പോ പിന്നെ അതിൻ്റെ ഇടക്ക് അത് വേണ്ട പോണ്ട മാണ്ട എന്നൊന്നും പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് പോലും ഈ മഹത്തുക്കളെ ചേർത്ത് വെച്ചാണ് നമ്മളെ സഹായം പറഞ്ഞു മോഹിപ്പിച്ചതും പരിചയപ്പെടുത്തിയതും. അതുകൊണ്ട് നമ്മൾ ഈ മഹത്തുക്കളെല്ലാം അനുസ്മരിക്കുന്നു. ആ മഹത്തുക്കളെ ബർക്കത്തുകൊണ്ട് പലസ്തീനിലെ പൊരുതുന്ന മുഅ്മിനീങ്ങൾക്ക്
നീ സന്തോഷം നൽകണേ റബ്ബേ, സമാധാനം നൽകണേ അല്ലാഹ്. ആ പാവങ്ങളെ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് കടാക്ഷിക്കണേ തമ്പുരാനെ. ആ പാവം സഹോദരങ്ങൾക്ക് നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും നിന്റെ ബറക്കത്തും നീ വലിയ ഗുണവും നൽകണേ അല്ലാഹ്. പുണ്യബദരീങ്ങൾ അവരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പോകുന്നു. പൂ പോലെ വിജയം കൈവരിച്ചു തിരിച്ചു വരുന്നു. വളരെ ചെറിയ 2 പിള്ളേര് അബൂജഹലിനെ ചുമ്മാ 2 വെട്ടുവെട്ടിയപ്പോൾ അവന്റെ പണി തീരുന്നു. മുആദ്, മുഅവ്വിദ് 2 ചെറിയ മക്കളാണ്. ആ മക്കള് 2 പാഞ്ഞങ്ങു ചെന്നു. ഒരുത്തൻ കുതിരന്റെ കാലിന് വെട്ടി. അപ്പോഴേക്ക് കുതിരപ്പുറത്തുള്ളവൻ മറിഞ്ഞു താഴെ വീഴുന്നു. അപ്പൊ 2ാമത്തെ ആള് കഴുത്തിനും വെട്ടി. അയ്യോന്നും പറഞ്ഞ് അബൂജഹല് വീഴാണ്. അയ്യേന്നും പറഞ്ഞിട്ട് ഈ കുട്ടികൾ കളിയാക്കുകയാണ്. എത്ര സിമ്പിളായിട്ടാണ് അള്ളാഹു ബദറിലെ വിജയം കാണിച്ചു തരുന്നത്. ഓ ബദരീങ്ങളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചവനാണ് റബ്ബ്. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. ഈ ആയത്ത് മറന്നുപോകരുത്. യാ അയ്യുഹൻ നബിയു ഹസ്ബുകല്ലാഹു. മുത്തുനബിയെ നിങ്ങൾക്ക് അല്ലാഹ് മതി. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. എന്തിനും ബോധ ഈമാന്റെ വല്ലാത്ത ശക്തിയും വീര്യവുമുള്ള ഈ മഹത്തുക്കളും മതി നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട്, ഈ ഉമ്മത്തിനോട്. അതുകൊണ്ട് ശരിയായ സ്വാലിഹീങ്ങളെ വഴിയിൽ, സ്വർഗത്തിൻ്റെ വഴിയിൽ, മഹത്തുക്കളെ വഴിയിൽ ഞങ്ങളെല്ലാവരെയും നീ അണിനിരത്തിത്തരണേ തമ്പുരാനെ. ഞങ്ങളെ റമദാൻ പകലുകൾ നീ ധന്യമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ സഹായിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് മഹാനായ നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സഹധർമ്മിണി കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അവരിരുവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം നേരെ കയ്യിൽ ബൈഅത്തിലൂടെ ഏറ്റുവാങ്ങി ആ കൈകൾ കാന്തപുര ഉസ്താദിലേക്ക് വെച്ച് നീട്ടിയ ഏറ്റവും വലിയ ചൈതന്യത്തിൻ്റെ ചാലക ശക്തിയാണ് നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. ആ വലിയ മഹാത്മാവിന് ഉൾപ്പെടെ മരിച്ചു പിരിഞ്ഞ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഏതൊക്കെയോ പള്ളിമുറ്റങ്ങളിൽ ഞങ്ങളെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. നീ അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. വീട്ടിൻ്റെ മുഷിഞ്ഞ മൂലകളിലോ ആശുപത്രിയുടെ കരയുന്ന കട്ടിലുകളിലോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. നീ ശിഫാ നൽകണേ അല്ലാഹ്. ഏറ്റവും വലുത് അഫിയത്താണ്, നിലനിർത്തി തരണേ അല്ലാഹ്. മൂലേലാക്കല്ലേ റബ്ബേ, മാനം കെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഉള്ളത് മുഴുവനും വിറ്റുപെറുക്കിയും ചികിത്സക്കു തികയാതെ നിങ്ങളാരെയും വശം കെടുത്തല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ട്യൂമർ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കൊറോണ പോലുള്ള വലിയ പരീക്ഷണങ്ങൾ ഇനി ഞങ്ങൾക്ക് നീ കൽപ്പിക്കല്ലേ അല്ലാഹ്. ചൂരൽമല ദുരന്തം ഞങ്ങൾ കണ്ടതും കേട്ടതും ഇനി കാണിക്കല്ലേ അല്ലാഹ്. ഇനി അങ്ങനെ ഒരു വാർത്ത കേൾപ്പിക്കല്ലേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ നാടുകളിൽ, വീടുകളിൽ സുരക്ഷിതത്വം തരണേ റബ്ബേ. ഞങ്ങളെ വാഹനങ്ങളിൽ, റോഡുകളിൽ സുരക്ഷിതത്വം തരണേ റബ്ബേ. ഞങ്ങളെ മക്കളെ ഞങ്ങളെക്കാൾ നല്ലവരാക്കി തരണേ അല്ലാഹ്. മന്ദബുദ്ധികളാക്കല്ലേ തമ്പുരാനെ, മനോരോഗികളാക്കല്ലേ റഹ്മാനെ. ആ മക്കളെയും ഞങ്ങളെയും ദാരിദ്ര്യം തന്ന് നീ കഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മയ്യത്ത് മിഹ്റാബിൻ്റെ മൂലയിൽ കൊണ്ടുവന്ന് വെച്ചു. മക്കള് മാലോകരോട് മാപ്പ് പറയുന്ന മാനക്കേട്
ആ രൂപത്തിലുള്ള കടബാധ്യതകൾ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ തമ്പുരാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തും സന്തോഷവും തരേണമേ തമ്പുരാനെ. ഏറ്റവും നല്ല ഒരു നേരത്ത് ഏറ്റവും നല്ല രൂപത്തിൽ നല്ലവർക്കു നടുവിലങ്ങനെ കിടക്കവേ ഞങ്ങൾക്ക് കലിമത്തു ഷഹാദത്ത് ഉറക്കെ പറഞ്ഞു ഏറ്റവും നല്ലവനായ നിന്നിലേക്ക് നല്ല ഒരു പടക്കം പടിയിറക്കം നീ എളുപ്പമാക്കി തരേണമേ തമ്പുരാനെ. ആ നേരത്ത് ആരുടെയും ശാപം ഞങ്ങൾക്ക് വരുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഈമാനൂരിപ്പോകുന്ന ദുരന്തങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവസാനം ചീഞ്ഞ മരണം ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. പന്നി ചത്തതുപോലെ അലമുറയിട്ട് ബഹളം വെച്ച് മലമൂത്രങ്ങൾ വിസർജിച്ച് പല്ലിറുമ്മിക്കാണിച്ച് ബീഭത്സമായ മുഖഭാവം അങ്ങനെ തുടകളൊക്കെ മാന്തിക്കേറി പടച്ച റബ്ബേ, ആത്മഹത്യ ചെയ്തവരുടെ മരണവെപ്രാളം ഈ രൂപത്തിലും ഭീകരമാണ്. സൂൽ ഖാത്തിമ നിങ്ങളെല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ. അവസാന നേരത്ത് മദീനയിൽ നിന്നൊരു തൂനം മന്ദഹാസം മനസ്സിൻ്റെ കിളിവാതിൽ തുറന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി മല്ലയങ്ങനെ എത്തി നോക്കുന്നു. അവിടുന്ന് പുഞ്ചിരിക്കുന്നു. അത് കാണുമ്പോൾ ഞങ്ങൾ മറ്റെല്ലാം മറക്കുന്നു. ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് ഷഹാദത്ത് കേട്ട് റാഹത്തോടെ ഉറക്കെ അതേറ്റു പറഞ്ഞ് ആവർത്തിച്ച് റഹ്മത്തിൻ്റെ മാലാകമാരെ കണ്ട് പടിയിറങ്ങാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. ഈമാൻ്റെ മരണം തരണേ അല്ലാഹ്. കാന്തപുരം ഉസ്താദ് ഈ റമളാനിൽ മുഴുവനും നോമ്പുകൾ നോറ്റു. ബാക്കി നോമ്പുകളും കൂടി നോൽക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ പടച്ചവൻ. ആഫിയത്ത് എറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങളെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ലോകത്ത് പലയിടത്തും മുഅ്മിനീങ്ങൾ നിസ്സഹായരാണ്. ആ മുഅ്മിനീങ്ങൾക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നാടുകളിലും വെല്ലുവിളികൾ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഒരു ഖാറൂനിനെയും ഞങ്ങളെ തട്ടി നിരത്താൻ നീ അനുവദിക്കല്ലേ പടച്ചവനെ. ഒരു അബൂജഹലിനെയും നീ അതിന് അഴിച്ചുവിടരുതേ തമ്പുരാനെ. ഒരു ഫിറഔനിനും നീ അതിനുള്ള തണ്ട് ബാക്കിയാക്കല്ലേ അല്ലാഹ്. ഒരു നമ്രൂദിനും നീ അതിനുള്ള ധൈര്യവും അധികാരവും നീ നൽകല്ലേ അല്ലാഹ്. ആഫിയതുക ഔസഉ ലനാ യാ റബ്ബൽ ആലമീൻ ولإخوتنا في بلاد فلسطين وفي سائر البلاد يا رب العالمين. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മുറാദുകൾ നിറവേറ്റിക്കൊടുക്കണേ അല്ലാഹ്. വലിയ സംഭാവനകൾ നൽകിയവരുണ്ട്, നീ ഖബൂൽ നൽകണേ അല്ലാഹ്. ഇഹലോകത്ത് തന്നെ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരലോകത്ത് പ്രതിഫലമൊട്ടും കുറയാതെ മീസാനിൽ വലിയ കനം നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് ഷഫീഖ് അമീൻ, നൂർ ഹാജറ രണ്ടുപേര് മലേഷ്യയിലുള്ള സുഹൃത്തുക്കൾ, കാതലായ സഹായം ചെയ്തവർ, നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. اللهم تقبل صدقاتهما اللهم أنلهما مرادهما اللهم بارك في أولادهما وذريتهما اللهم بارك في تجارتهما وفي كسوبهما اللهم كن لهما ولا تكن عليهما اللهم اجعل لنا ولهما مجيبين مباركين مستجيبين اللهم اجعلنا وإياهم عندك مقربين وإليك محببين يا رب يا مجيد يا مبين اللهم بارك في بلادنا وبيوتنا وبناتنا وأولادنا وطعامنا وشرابنا وشيوخنا وشبابنا. ഇരിക്കുന്ന സയ്യിദ് ഉൾപ്പെടെ ഞങ്ങളെ സാദാത്തുക്കൾക്ക് നീ ദീർഘായുസ്സും ബർക്കത്തും നൽകണേ പടച്ചവനെ. നിങ്ങളെ വീടുകളിലുള്ള ഉപ്പ ഉമ്മമാർ വലിയ കാവലാണ്. അവരെ മനസ്സിൽ നിറയെ ഞങ്ങളെപ്പറ്റിയുള്ള റിള നീ ഇട്ടുകൊടുക്കണേ തമ്പുരാനെ. പാവം സാധുക്കൾ വരുമ്പോൾ
അവരെ പരിഹസിക്കുന്ന ക്രൂരന്മാർ ഞങ്ങളാരെയും നീയാക്കല്ലേ തമ്പുരാൻ. സാധുക്കളെ സഹായിക്കാനുള്ള തൗഫീഖ് തരണേ തമ്പുരാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാഹുവേ. സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റാരെങ്കിലും മുന്നിൽ ഓച്ചാനിച്ച് കുനിഞ്ഞ് വളഞ്ഞു നിൽക്കുന്ന നിസ്സഹായത ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ വലിയ ഒരു തണലിന് ചുവട്ടിലാണ്. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളാണ്. ഞങ്ങൾക്കിതിലേറെ ശറഫുള്ള അഭയം വേറെ ഏതാണ്? ഞങ്ങൾക്ക് അവിടുത്തെ കാവൽ തരണേ പടച്ചവനെ. അവിടുത്തെ സന്തതികളെ കാവൽ തരണേ റബ്ബേ. അവിടുത്തെ അനന്തരാവകാശികൾ ഉലമാക്കൾ അവരുടെ കാവൽ തരണമേ റബ്ബേ. റബ്ബേ, ഞങ്ങളെ നാടുകളിൽ ഇനി വരാനുള്ള റമളാനുകൾ ഞങ്ങൾക്ക് മധുരതരം ആക്കി തരണേ അല്ലാ. ഇത് ജീവിതത്തിൽ അവസാനത്തേതാക്കല്ലേ പടച്ചവനെ. ഇനിയും ഒരുപാട് നല്ല റമളാനുകൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. اللهم بارك لإخوتنا في فلسطين وفي الإمارات العربية المتحدة يا رب العالمين، ومن بلاد السعودية وأرض الحجاز ومن ماليزيا وسائر البلاد. اللهم ارحمهم يا رب العباد. اللهم كن لنا ولهما يا أرحم الراحمين. ഞങ്ങൾ സ്ഥാപനങ്ങൾക്ക് സംഭാവന നൽകുന്ന മുഅ്മിനീങ്ങൾ നീ വലിയ പൊരുത്തം നൽകണേ തമ്പുരാൻ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. മലേഷ്യയിൽ നിന്ന് സംഭാവനകൾ കൊടുത്തയച്ച ഇനിയും വാഗ്ദത്തം ചെയ്ത് അറിയിച്ച നല്ല മുഹിബ്ബീങ്ങൾ അവരെ മഹബത്തിന് നീ വലിയ കനം മീസാനിൽ കാണിച്ചു കൊടുക്കണേ തമ്പുരാൻ. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ തമ്പുരാൻ. സന്തോഷം നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദിൻ്റെ ഭാര്യ നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. ഈ മസ്ജിദിലെ ഇമാം ഷമീർ അസ്ഹരിയുടെ അമ്മായി ഇന്ന് രാവിലെ മരണപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് മുമ്പേ ഖബറടക്കം ചെയ്തു. നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഏതൊക്കെയോ നാടുകളിൽ മുഅ്മിനീങ്ങളോട് ഞങ്ങൾ ദുആ ഏറ്റിട്ടുണ്ട്. അവർക്കൊക്കെ നീ റഹ്മത്തും മഗ്ഫിറത്തും ദറജാത്തും ബറകാത്തും നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا وعلى سائر إخوتنا يا أرحم الراحمين. آمين برحمتك يا أرحم الراحمين.